അങ്ങനെ അവസാനം നമ്മുടെ യൂട്യൂബിൽ നിന്ന് എനിക്ക് ആദ്യത്തെ വരുമാനം കിട്ടിയിരിക്കുകയാണ്. സത്യം പറയാലോ, ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എനിക്ക് ഇത്ര പെട്ടെന്ന് എൻ്റെ ഈ മിഥുൻ ബ്രോ എന്നുള്ള ചാനലിൽ നിന്ന് ഈ പൈസ കിട്ടുമെന്ന്. കാരണം ഞാൻ ജൂണിലാണ് ഈ ചാനൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ജൂണിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ജൂണും ജൂലൈയിലും അങ്ങനെ വീഡിയോ എടുത്തില്ലായിരുന്നു. ആഗസ്റ്റിലാണ് ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങിയത്. ആഗസ്റ്റ് തൊട്ട് ഞാൻ എൻ്റെ ഒക്ടോബർ വരെ ഡെയിലി ഇടാൻ നോക്കിയിട്ടുണ്ട് വീഡിയോ. അങ്ങനെയാണ് ഈ മാസം എനിക്ക് പൈസയും കിട്ടി. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഒരുപാട് നാൾ കാത്തിരുന്ന ശേഷം നമ്മുടെ യൂട്യൂബിലെ ആദ്യത്തെ ശമ്പളം എന്ന് തന്നെ പറയും. അപ്പോൾ ആദ്യത്തെ ശമ്പളം തന്നെ നമ്മുടെ കൈ കിട്ടിയേക്കുവാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളോട്. കാരണം നിങ്ങൾ കാരണമാണ് ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. നിങ്ങളോട് ആ നന്ദി എത്ര പറഞ്ഞാലും മതിയാവത്തില്ല. ഞാനിപ്പോൾ ഈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് അധികം നാളായിട്ടില്ല. കാരണം ഞാൻ ജൂണിലാണ് സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് ആദ്യത്തെ ഒരു ചാനൽ ഉണ്ടായിരുന്നു. ആദ്യത്തെ ചാനൽ എൻ്റെ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള കുറച്ച് പേർക്ക് അറിയായിരിക്കും. മിഥുൻ ADR എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് ഇങ്ങനെ റീയൂസ്ഡ് കണ്ടന്റ് എല്ലാം വന്ന് കോപ്പിറൈറ്റ് ചെറിയ സ്ട്രൈക്കൊക്കെ വന്ന് അങ്ങനെ അത് ചാനലിൻ്റെ ഈ സംഭവം വരുമാനം കിട്ടുന്ന സംഭവം എല്ലാം കൊണ്ട് കട്ടായിപ്പോയി. അപ്പോൾ പിന്നെ അങ്ങ് മനസ്സ് മടിച്ച് ഇനി ഒന്നേന്ന് തുടങ്ങണം. 4000 വാച്ച് അവറും പിന്നെ 10 മില്യൺ ഷോർട്ടിൻ്റെ വ്യൂസ് എല്ലാം കൂടെ കംപ്ലീറ്റ് ആക്കണം. രണ്ടും കൂടെ കംപ്ലീറ്റ് ആക്കിയാലേ ഇനി നമുക്ക് ഈ ഇൻകം കിട്ടുന്ന കാര്യമൊക്കെ കൊണ്ട് റെഡി ആവത്തുള്ളൂ. അപ്പോൾ അങ്ങനെ സത്യം പറഞ്ഞാൽ മനസ്സ് കയറുന്ന അങ്ങനെ ഏപ്രിലാണ് സംഭവം ഇങ്ങനെ ഇത് എൻ്റെ ഈ വരുമാനം കിട്ടുന്നത് നിന്നത്. പിന്നീട് വ്യൂസ് എല്ലാം കുറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ റീയൂസ്ഡ് വന്നപ്പോഴേ, അപ്പോൾ അവരോട് യൂട്യൂബിനോട് ഞാൻ ചാറ്റ് ചെയ്ത സമയത്ത് അപ്പോൾ അവർ പറഞ്ഞത് ഈ റീയൂസ്ഡ് വന്ന കണ്ടൻറ്റൊക്കെ ഡിലീറ്റ് ആക്കി കളയാൻ പറഞ്ഞു. അപ്പോൾ കുറേ ഉണ്ടായിരുന്നു, 10-25 വീഡിയോകളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ കാരണം ഞാൻ വേറെ കുറേ ഇതൊക്കെ എടുത്ത് നേരത്തെ തന്നെ ഞാൻ ഇട്ടതും അങ്ങനെ കുറച്ച് മിസ്റ്റേക്ക് പറ്റി. ഞാൻ 2 ചാനലുകൾ തുടങ്ങിയായിരുന്നു ആ സമയത്ത്. കാരണം ഫസ്റ്റ് മിഥുൻ ADR ആണ്, അത് കഴിഞ്ഞ് പിന്നെ ഈ മിഥുൻ PGD എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങിയായിരുന്നു. അപ്പോൾ അതിൽ 2000 സബ്സ്ക്രൈബേഴ്സ് ഉള്ളായിരുന്നു. അതിപ്പോൾ ഇല്ല കേട്ടോ, അത് ഡിലീറ്റ് ആയിപ്പോയി. അപ്പം അതിനകത്ത് വീഡിയോ എടുത്ത് ഞാൻ മിഥുൻ PGDയിലിട്ട വീഡിയോ എടുത്ത് ഞാൻ മിഥുൻ ADRലിട്ട്. അപ്പോൾ അങ്ങനെ റീയൂസ്ഡ് കണ്ടന്റ് വന്നു. അതിന് മുമ്പ് എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ചെറുതായിട്ട് വന്നായിരുന്നു. അത് ഞാൻ ഈ കുഞ്ഞുങ്ങളുടെ ഇത് മുഖത്തെ മറ്റേ സ്നാപ്ചാറ്റിനകത്തെ, അപ്പോൾ അതിനകത്ത് കുഞ്ഞുങ്ങളുടെ ഫിൽറ്റർ ഇട്ടിട്ട് കുറച്ച് വയലൻസ് പോലെ കുഞ്ഞുങ്ങളുടെ ആ മുഖം ഷേപ്പ് വരുമല്ലോ, അപ്പോൾ ആ കുഞ്ഞിൻ്റെ മുഖം ഷേപ്പ് വന്നിട്ട് ഇങ്ങനെ ഒരു വൃദ്ധനെ ഇങ്ങനെ വെട്ടിക്കൊല്ലുന്ന പോലെയൊക്കെ കാണിച്ചായിരുന്നു. കുഞ്ഞ് വന്ന ഈ കയ്യിലാണെങ്കിൽ വെട്ടോത്തിയൊക്കെ വെച്ച്. അപ്പോൾ അതൊരു വയലൻസിൻ്റെ ഇതൊക്കെ വെച്ച് സ്ട്രൈക്ക് വന്നായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഡൗൺ ആയിരുന്നു. പിന്നെ മറ്റേതും അങ്ങ് പിന്നെ ഞാൻ ഡിലീറ്റ് ആക്കി കളഞ്ഞ്. അതിലും വലിയ വ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം മനസ്സിലാകുന്നത് പിന്നീട് ഞാൻ ഈ ജൂണിലാണ് ഇപ്പം ഈ മിഥുൻ ബ്രോ എന്നുള്ള ചാനൽ തുടങ്ങുന്നില്ലെന്ന് പറഞ്ഞിരുന്നേ മനസ്സ് മടുത്തു. പിന്നെ ഞാൻ വിചാരിച്ച് എന്തിനാ, നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ടല്ലോ. അപ്പോൾ കുറച്ച് പേരൊക്കെ നമ്മൾക്ക് പുറത്തൊക്കെ വെച്ച് കാണുമ്പോൾ എന്നോട് ചോദിക്കുകയാണ്, ചേട്ടാ എന്തിപ്പോൾ വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞ് ഇനി ഇടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അവർ പറഞ്ഞു, ചേട്ടാ തുടങ്ങും, ഞങ്ങളുണ്ട്, അല്ലെങ്കിൽ ചേട്ടൻ പുതിയ ചാനൽ തുടങ്ങാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുറച്ച് പേര്, എനിക്ക് പേരറിയാന്ന് പറയാം, കിച്ചു, പിന്നെ എന്ത് പറയുന്നത് മനോജ് എന്നൊക്കെ പറയുന്ന 8-8 ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത് 2 പിള്ളേർ, അവന്മാർ എന്നെ ഇവിടെ വീട്ടിൽ വന്നായിരുന്നു. ഇവരെ വീട് കുറച്ച് ദൂരം എന്ന് പറയുമ്പോൾ ഇവിടെ വലിയ ദൂരമൊന്നും ഇല്ല, നൂറിനായിട്ടൊക്കെയാണ്. അപ്പോൾ ഇവിടെ എന്നെ കാണാൻ വന്ന സമയത്ത് അവരാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ചാനൽ തുടങ്ങാനൊക്കെ ഉണ്ട്. കാരണം അവർ പേര് പറഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ല. അപ്പോൾ അവന്മാരിപ്പോൾ ഇങ്ങനെ പറഞ്ഞു പുതിയ ചാനൽ തുടങ്ങട്ടെ, ഞങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പുതിയ ചാനൽ തുടങ്ങി. ഇപ്പം കണ്ടില്ലേ, ഇപ്പം എത്ര 50,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ്. ഞാൻ പിന്നെ ഇപ്പോൾ വീഡിയോ ഇടാത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് പനിയൊക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് ഒന്നാമത്തെ കാര്യം ഈ വീഡിയോ കുറച്ച് ദിവസം ഇട്ടില്ലെങ്കിൽ പിന്നെ മടിയാണ്, അതാണ്. ഇപ്പോൾ പനി മാറിയിട്ട് ഇപ്പോൾ 3 ദിവസമായി, പക്ഷെ ഇപ്പോൾ ഇടാനൊരു ഇതില്ല. പക്ഷെ ഇന്ന് തൊട്ട് എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ശരിയാവത്തില്ല. അല്ലെങ്കിൽ പിന്നെ ഇതൊന്നും നമുക്ക് കിട്ടത്തില്ല. സത്യം പറഞ്ഞാൽ ഇത് മാത്രം ആഗ്രഹിച്ചിട്ടല്ല കേട്ടോ, നിങ്ങളുടെ കുറച്ച് പേരെ സ്നേഹം, അതാണ് മെയിൻ കാരണം. കുറച്ച് പേരെങ്കിലും നമ്മൾ സ്നേഹിക്കാനുണ്ടല്ലോ, കുറച്ച് അതായെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് സെലിബ്രിറ്റി ആവണമെന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ തുടങ്ങിയത്. അപ്പോൾ ഇനി മിഥുൻ ADRന് കുറേ പേര് ചോദിച്ചു മിഥുൻ ADRൽ എന്താ നീ വീഡിയോ ഇടാത്തതെന്ന്. അത് ഇനി വീഡിയോ ഇടുമ്പോൾ വലിയ വ്യൂസ് ഒന്നും കാണത്തില്ല, പക്ഷേ എനിക്കത് ഇടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം തുടങ്ങിയിട്ട് ഞാൻ 2022 ജനുവരി എല്ലാം കഴിഞ്ഞ സമയത്ത് തുടങ്ങിയതാണ്. അപ്പോൾ ഇത്ര വർഷമായല്ലോ, 2022, 23, 24, 25 ഇപ്പോൾ 25 കഴിയാറുമായി. അപ്പോൾ ഇത്രയും അത് ഫസ്റ്റ് തുടങ്ങിയിട്ട് അത് ഞാൻ പിന്നീട് പ്ലേ ബട്ടനൊക്കെ കിട്ടി. അത് കുറച്ച് പേർക്കെല്ലാം അറിയായിരിക്കും, 1 ലക്ഷം ആയതിൻ്റെ പ്ലേ ബട്ടൺ എല്ലാം കിട്ടി. പിന്നീട് ഇത് ഞാൻ പറഞ്ഞില്ലേ ഈ റീയൂസ്ഡ്, അത് നിങ്ങൾ എപ്പോഴെങ്കിലും ഇനി ആരെങ്കിലും ഇങ്ങനെയൊക്കെ റീയൂസ്ഡ് ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം ഇട്ട വീഡിയോ അല്ല 2 ചാനലുണ്ടെങ്കിൽ ഒരു ചാനലെടുത്ത് മറ്റേ ചാനലിൽ ഇടുക, അങ്ങനെ ചെയ്യല്ലോ ഒരിക്കലും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അറിയാലോ
പിന്നീട് ഇത് പോകുമ്പോൾ നമ്മുടെ മനസ്സ് തകരും. കാരണം വീഡിയോ ഡിലീറ്റ് ആക്കുമ്പോൾ പിന്നെ വ്യൂസ് കുറയും. പിന്നെ ഒന്നേന്ന് തുടങ്ങണം. പിന്നെ ഒന്നേന്ന് തുടങ്ങുന്നത് ഭയങ്കര പാടാണ്. അതിലും ഭേദം പുതിയ ചാനൽ തുടങ്ങുന്നത്. ഇപ്പം ഞാൻ ചെയ്ത പോലെ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ട് നിങ്ങൾ ഒന്നേന്ന് തുടങ്ങുകയാണെങ്കിൽ കുറച്ച് കുഴപ്പമില്ല. മറ്റേതിനകത്ത് പിന്നെ റീയൂസ്ഡ് വരാതെ നോക്കുക നിങ്ങൾ. അതാണ് മെയിൻ ചെയ്യേണ്ടത്. റീയൂസ്ഡ് ഒരിക്കലും നമ്മുടെ വീഡിയോ കൊണ്ടുവരാൻ നോക്കുക. അതുപോലെ തന്നെ സ്ട്രൈക്കും വരാതെ നോക്കുക. അതൊക്കെ നമ്മുടെ ഈ പാട്ടൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം എല്ലാവരും. ഞാൻ അതുകൊണ്ടാണ് എൻ്റെ ഇപ്പോഴത്തെ ഈ ചാനലിനകത്ത് ഞാൻ ഒറ്റ ഇതിനകത്ത് പാട്ട് ഞാൻ ഇട്ടിട്ടില്ല. ചെറിയ മ്യൂസിക് പോലും ഇപ്പോൾ അടിക്കുന്ന അതിൻ്റെ സൗണ്ട് പോലും ഞാൻ ഇട്ടിട്ടില്ല. കാരണം പേടിച്ചിട്ടാ. കാരണം ഇങ്ങനെ ഒരു അബദ്ധം വരരുത്. അതുകൊണ്ട് പേടിച്ചിട്ടാണ് ഞാൻ അത് ഇടാത്തത്. പിന്നെ വേറൊന്നും പറയാനില്ല. ഇപ്പോൾ ഇതിൻ്റെ എത്ര പൈസ ഉണ്ടെന്ന് കറക്റ്റ് ഞാൻ പറയുന്നില്ല. വേറെ ഒന്നുമില്ല കേട്ടോ, ഈ യൂട്യൂബിൻ്റെ പോളിസിയിൽ അങ്ങനെയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അത് ഞാനിപ്പോൾ എത്ര രൂപ എൻ്റെ കയ്യിലുണ്ട്, എത്ര രൂപ എനിക്ക് യൂട്യൂബ് തന്നതെന്ന് ഞാൻ പറഞ്ഞാൽ പിന്നീട് അതിന് വല്ല സ്ട്രൈക്ക് വല്ലതും കിട്ടുമെന്ന് നമുക്കറിയത്തില്ല. കാരണം ഇതിൻ്റെ പോളിസിയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അതൊന്നും പറയില്ല. അതുകൊണ്ടാണ് ഇതിപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കണം, അത്രേ ഉള്ളായിരുന്നു. നിങ്ങളെ സപ്പോർട്ടാണെന്നുള്ള ചെയ്തത്. നിങ്ങളെ സപ്പോർട്ട് കാരണം ഈ കയ്യിരിക്കുന്ന ഇത്രയും പൈസ എൻ്റെ കിട്ടിയത്. എന്തായാലും കുറച്ച് അത്യാവശ്യം നല്ലൊരു തുകയാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. അത് നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഈ പുതിയ 2-3 ചാനലോട് തുടങ്ങണമെന്നുണ്ട് കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് വ്ളോഗ് തുടങ്ങണമെന്നുണ്ട്. അത് വേറൊരു ചാനൽ തുടങ്ങുന്നതാണ് തോന്നുന്നു നല്ലത്. എല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിനും പണി കിട്ടണ്ടല്ലോ. കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. കാരണം ഒത്തിരി പേരൊക്കെ ഇടുന്ന കാണാം. ഇനി നമ്മൾ അറിയത്തില്ലല്ലോ അവർക്ക് എങ്ങനെ സ്ട്രൈക്കിലും വരുന്നുണ്ടെന്ന്. എന്തായാലും ഞാൻ വേറെ ചാനൽ തുടങ്ങുന്നതായിരിക്കും നല്ലത്, വ്ളോഗ് മാത്രമായിട്ട്. ഇത് പിന്നെ ഇങ്ങനെ കോമഡി വീഡിയോസും ലോങ് ഒക്കെ ചെയ്യണം. പിന്നെ ഞാൻ മെയിനായിട്ട് ഇനി നോക്കുന്നത് എൻ്റെ കൂടെ ചെയ്യാൻ ആരുമില്ല. ഉണ്ടായിരുന്നു, ഇപ്പം ആരുമില്ല. ഇനി ആരെങ്കിലും തപ്പണം. അങ്ങനത്തെ പുതിയൊരു ചാനലോ അല്ലെങ്കിൽ ഇതിൽ തന്നെ കുറച്ച് കൂട്ടുകാരോടൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഇവിടെ നമ്മുടെ വീടൊരു കൊച്ചു വീടാണ്. വീഡിയോ കാണുന്നവർക്ക് അറിയാം. ഈ സ്ഥലത്തൊക്കെ വെച്ച് തന്നെയാണ് ഞാൻ എപ്പോഴും എടുക്കുന്നത്. ഞങ്ങൾ ആകെ 3 മുറിയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഭാഗത്ത് ചെയ്യാനെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ കട്ടിലും കിടക്കണം. കട്ടിൽ ഒരു മുറിയിൽ തന്നെ 2 കട്ടില. ആ സ്ഥലത്തൊക്കെ നിന്നാണ് ഞാൻ എടുക്കുന്നത്. ഒരു ചെറിയ പരിമിതിയൊക്കെ വെച്ചൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കാണും. അപ്പോൾ നമ്മൾ വീട് തേക്കാത്തൊക്കെയാണ്. ഇത് കണ്ടില്ലേ, ഇത് പഴയ ഐഡിയയുടെ ഒക്കെ ഇത് STD ബൂത്ത് നിന്ന് കൊണ്ടുവന്ന് വെച്ചേക്കുക. അകത്ത് ഇത് മൺകട്ട, അതിങ്ങനെ മറച്ചു വെക്കാൻ വേണ്ടി വെച്ചേക്കുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. ഇനി എല്ലാം ശരിയാവും. ഇതൊരു തുടക്കം മാത്രം അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ വേറൊന്നുമില്ല, വീണെടുത്തുനിന്ന് ഞാൻ വീണ്ടും തുടങ്ങി ഇത്രയായി. അപ്പം നിങ്ങൾക്കും പറ്റും. അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ എന്ത് കാരണത്തിലും, ഇപ്പോൾ യൂട്യൂബ് അല്ല എന്ത് കാരണത്തിലാണെങ്കിലും വീണ് പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും എഴുന്നേറ്റ് ഓടുക. വിജയം നിങ്ങളിലേക്ക് വരും. വലിയ മോട്ടിവേഷൻ ഒന്നും തരുമല്ലേ കേട്ടോ. എൻ്റെ കുഞ്ഞു ഒരു ചെറിയൊരിത്, അത് നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നുന്നത് അതുപോലെ അങ്ങ് എടുക്കുക. അപ്പോൾ ഇനി ഞാൻ മടിയൊന്നും പിടിച്ചിരിക്കത്തില്ല. ഞാൻ വീഡിയോ വീണ്ടും ഇടുന്നതാണ്. അപ്പോൾ വീണ്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ വീണ്ടും വീഡിയോ കാണാം.